ഹായ് ഹലോ, എൻ്റെ പേര് സൗമ്യ മകേഷ് എന്നാണ്. ഇതെൻ്റെ കൂട്ടുകാരി കൂട്ടുകാരി അനുജത്തി ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും, വിവാദ വിഷയങ്ങൾ, വിനോദം, സിനിമ എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടില്ല, വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഞങ്ങളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഞങ്ങളുടെ ചാനലിനെ ആദ്യം കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എത്തിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എത്ര പേര് കാണുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പുതിയൊരു ചാനലാണ്. അപ്പോൾ ഇത് കുറച്ച് പേരിലേക്കെങ്കിലും എത്തുമ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാനായിട്ടുള്ള എന്തോന്നാണ് പ്രചോദനം. അതെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടേതായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും പബ്ലിക്കിലായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സാധാരണക്കാർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഞങ്ങൾ സാധാരണക്കാരാണ്. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ആൾക്കാരെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസോ മറ്റുള്ളവരൊക്കെ പ്രതികരിക്കുമ്പോഴാണ് നിങ്ങൾ അയ്യോ ഇത് കാര്യമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ കരുതുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ, നമ്മുടെ മുമ്പിലേക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ, അതിനാണ് ഡോക്ടർ അംബേദ്കർ എന്ത് ചെയ്തിട്ടുള്ളത്? ഭരണഘടന. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി കൂടെയാണ് ഈ ഭരണഘടന എന്നൊരു സംഭവം ഉള്ളത്. പറയൂ. നിങ്ങളിപ്പോൾ കരുതും എന്തിനാണ് ഈ രണ്ട് പെൺപിള്ളേർ ഇങ്ങനെ വന്നിരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. നമുക്ക് ദഹിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. പ്രതികരിക്കണം. നമ്മൾ കുറച്ചുപേരെങ്കിലും ഇങ്ങനെ മുമ്പോട്ട് വന്ന് പ്രതികരിക്കണം. ഇതിപ്പോൾ വലിയ സംഭവം കാര്യങ്ങളോ ഒന്നും അല്ല. ഞങ്ങളുടെ ഇത് പുതിയ ചാനലാണ്, ഒരുപാട് ആളുകളിലേക്കൊന്നും എത്തത്തില്ല. പക്ഷെ പതുക്കെ ഞങ്ങൾ പ്രതികരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പ്രതികരിക്കാനായിട്ട് ഒരു മാതൃകയാകാൻ ഞങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വിജയമാണ്. മനസ്സിലായി? അതെ, തീർച്ചയായും. നമുക്ക് ഒരു വീഡിയോ കിട്ടിട്ട്, നമുക്കൊരു കണ്ടന്റ് കിട്ടിട്ട് അപ്പോഴേ സംസാരിക്കാം. ആള് മാത്രം സംസാരിക്കണമെന്ന് കരുതണ്ട, ഞാനും സംസാരിക്കും. അല്ല, കാണുമ്പോ ചിലപ്പോൾ അവർക്ക് തോന്നും ആ പെണ്ണ് മാത്രം എന്തോ സംസാരിക്കണം, ഒന്നും മിണ്ടാതിരിക്കണമെന്നും പറഞ്ഞിട്ട് തോന്നും. നീ ഊമയാണോ വിചാരിക്കും? എന്നാ സംസാരിക്കില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ആരെയും അടച്ചാക്ഷേപിക്കാനോ അസഭ്യം പറയാനോ അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. മാന്യമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പല റിയാക്ഷൻ ചാനലുകളും കണ്ടിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് ഒരാളെ എത്രത്തോളം ഇടിച്ചു താത്തി സംസാരിക്കാവോ, ഇൻസൾട്ട് ചെയ്യാവോ, ആ രീതിയിലൊക്കെ അവർക്ക് റീച്ച് മാത്രമാണ് മുഖ്യം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇതിനെ കുറിച്ചൊക്കെ കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. അതാണ് നല്ലത്. റീച്ചും കാര്യങ്ങളും ഒന്നും അല്ല. മനസ്സിലായോ? നമ്മൾ പോകുമ്പോൾ ഈ റീച്ചൊന്നും കൊണ്ടുപോകില്ല, നമ്മൾ വന്നതുപോലെ തിരിച്ചു പോകുള്ളൂ. അപ്പോൾ മാക്സിമം മറ്റുള്ളവരെ ഞങ്ങൾ അങ്ങനെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളൊരാളെ വിഷമിപ്പിക്കാതെ മറ്റൊരാളെ വിഷമിപ്പിക്കാതെ എത്രത്തോളം അവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങൾക്ക് സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ സാധാരണക്കാരാണ് ഗൈസ്, നിങ്ങളെപ്പോലുള്ളവരാണ്. വെച്ച് കെട്ടി സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കും. വെച്ച് കെട്ടി ഏച്ച് കെട്ടി അത് മുളച്ച് നിൽക്കത്തുള്ളൂ. അല്ലേ? തിരുവനന്തപുരത്ത് തെറിയാണത്? അല്ലണ്ടേ, അല്ല അതൊരു അയ്യോ അതെന്തിനാണ് കുന്തരാണ് അതൊന്നും പറയരുത്. പറ. അപ്പം മൈൻഡ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ വരുന്നതായിരിക്കും. അത് വലിയ സംഭവമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ചെറിയൊരു കോണിലിരുന്നു കൊണ്ട് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.